എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ജാവയിലെ സ്റ്റാറ്റിക്കും നോൺ സ്റ്റാറ്റിക്കും ആയിട്ടുള്ള മെത്തേഡ്സ് കരേറ്റയിൽ കോൾ ചെയ്യുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഡേറ്റ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്ത് ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡേറ്റ ഫേക്കറിന്റെ 1.9.0 എന്ന വേർഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ എക്ലിപ്സ് ഐ ഡി ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിന്റെ com.xml ഫയലിനകത്ത് കരേറ്റയുടെ ഡിപ്പെൻഡൻസിയുടെ ഒപ്പം തന്നെ ഡേറ്റ ഫേക്കറിന്റെ 1.9.0 എന്നുള്ള വേർഷൻ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിന്റെ അകത്ത് com.test എന്ന പാക്കേജിനുള്ളിൽ utility.java എന്ന് പറഞ്ഞൊരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിനകത്ത് ഞാൻ ഫേക്കറിന്റെ ഒരു ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്ട് റെഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4 മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാസ്സിനകത്ത്. 2 സ്റ്റാറ്റിക് മെത്തേഡ്സും 2 നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സും ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡിന്റെ പേര് ജനറേറ്റ് ഫുൾ നെയിം എന്നുള്ളതാണ്. അപ്പോൾ ഫേക്കറിന്റെ ഒബ്ജക്ട് റെഫറൻസ് യൂസ് ചെയ്ത് ഞാൻ ഫുൾ നെയിം ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് റിട്ടേൺ ചെയ്യും ഫുൾ നെയിം. അതുകൊണ്ട് തന്നെ റിട്ടേൺ ടൈപ്പ് സ്ട്രിംഗ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓരോ തവണ ഈ പർട്ടിക്കുലർ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ പുതിയ പുതിയ ഫുൾ നെയിമുകളായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡും സ്റ്റാറ്റിക് മെത്തേഡാണ്. പക്ഷേ ഈ മെത്തേഡിന് ഒരു പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് ജനറേറ്റ് ഫുൾ നെയിം വിത്ത് പാരാമീറ്റർ എന്നുള്ളതാണ്. സ്ട്രിംഗ് ലാസ്റ്റ് നെയിം എന്നുള്ള പാരാമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് നെയിമിന് ഒരു ആർഗ്യുമെന്റ് നമ്മൾ പാസ് ചെയ്യും. അപ്പം ഫേക്കർ യൂസ് ചെയ്ത് ഫസ്റ്റ് നെയിം ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് നെയിം കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡബിൾ കോട്സിന്റെ ഇടയ്ക്ക് ഞാൻ സ്പേസ് കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് നെയിമുമായിട്ട് അപ്പൻഡ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റാറ്റിക് മെത്തേഡ്. മൂന്നാമത് നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിന് റിട്ടേൺ ടൈപ്പ് ഉണ്ട്. സ്ട്രിംഗ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ് ആണ് ഇത് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. ജനറേറ്റ് ഇമെയിൽ അഡ്രസ് എന്നുള്ളതാണ് ഈ മെത്തേഡിന്റെ പേര്. ഇത് ഫേക്കർ ലൈബ്രറി യൂസ് ചെയ്താണ് നമ്മൾ ഇമെയിൽ അഡ്രസ്സിന് വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജനറേറ്റ് ഇമെയിൽ അഡ്രസ് പാരാമീറ്റർ എന്നുള്ള മെത്തേഡാണ്. ഇതൊരു പാരാമീറ്ററൈസ്ഡ് മെത്തേഡാണ്. അപ്പോൾ നെയിം എന്ന പാരാമീറ്ററിലേക്ക് നമ്മൾ ആർഗ്യുമെന്റ് ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ പാസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇവിടെ ഫേക്ക് ലൈബ്രറി യൂസ് ചെയ്ത് ഇമെയിൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്. അതിനുശേഷം കോൺകാറ്റിനേഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഡബിൾ കോട്സിന്റെ ഒരു ഞാൻ ഹൈഫൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മെത്തേഡ് കോൾ ചെയ്യുമ്പോൾ നെയിമിന് വാല്യൂ പാസ് ചെയ്യും. അത് ഫേക്കർ വെച്ച് ജനറേറ്റ് ആകുന്ന ഇമെയിൽ അഡ്രസ്സിനോട് അപ്പൻഡ് ചെയ്ത് വരും. അപ്പോൾ ഈ 4 മെത്തേഡ്സ് ആണ് നമ്മൾ യൂട്ടിലിറ്റി ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2 സ്റ്റാറ്റിക് മെത്തേഡ്സും 2 നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സും. ഒരു സ്റ്റാറ്റിക് മെത്തേഡ് പാരാമീറ്ററൈസ്ഡ് ആണ്. അതുപോലെ ഒരു നോൺ സ്റ്റാറ്റിക് മെത്തേഡും പാരാമീറ്ററൈസ്ഡ് ആണ്. ഇനി ഈ ക്ലാസ്സിലെ 4 മെത്തേഡ്സും എങ്ങനെ കരേറ്റയിൽ കോൾ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ കോൾ സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ്സ് എന്ന് പറഞ്ഞ് ഒരു ഫീച്ചർ ഫയൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫീച്ചറിന്റെ പേര് കോൾ സ്റ്റാറ്റിക് ആൻഡ് നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ്സ് ഫീച്ചർ എന്നുള്ളതാണ്. അതുപോലെ 4 സെനാരിയോയും ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൾ സ്റ്റാറ്റിക് ജാവ മെത്തേഡ്, കോൾ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് വിത്ത് പാരാമീറ്റർ, കോൾ നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ്, കോൾ നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് വിത്ത് പാരാമീറ്റർ. ഈ 4 സെനാരിയോസ് ഞാൻ ഈ ഫീച്ചർ ഫയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ സെനാരിയോന്റെ അകത്തും നമ്മൾ എങ്ങനെ ഈ സ്റ്റാറ്റിക് മെത്തേഡ്സും നോൺ സ്റ്റാറ്റിക് മെത്തേഡ്സും കോൾ ചെയ്യാം എന്നുള്ളത് നോക്കും. അപ്പോൾ ആദ്യമേ ഞാൻ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജാവ മെത്തേഡാണ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. യൂട്ടിലിറ്റി എന്ന ജാവ ക്ലാസ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് com.test എന്ന പാക്കേജിനുള്ളിലാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാക്കേജ് നെയിം നമുക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ആ പാക്കേജ് നെയിം ഡോട്ട് യൂട്ടിലിറ്റി എന്നുള്ള ആ ക്ലാസ് ഫയൽ മെൻഷൻ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ജാവ മെത്തേഡ്സ് കരേറ്റയിൽ കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്യുക. അതിനുശേഷം എഫ് എന്നുള്ള കരേറ്റയിലെ കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു വേരിയബിളിന് നെയിം കൊടുക്കുകയാണ്. ഞാൻ ജാവ ഡെമോ എന്ന് കൊടുക്കുന്നു. ഈക്വൽ ടു ജാവ ഡോട്ട് ടൈപ്പ്. നിങ്ങൾക്ക് ഈ ജാവ ഡെമോ എന്ന് പകരം എന്ത് വേണേൽ കൊടുക്കാം. ഇത് ജസ്റ്റ് ഒരു വേരിയബിൾ ആണ്. പക്ഷേ ആ ഈക്വൽ കഴിഞ്ഞുള്ള ആ ഭാഗം കറക്റ്റായിട്ട് കൊടുക്കണം. ജാവ ഡോട്ട് ടൈപ്പ്. ഇത് ചേഞ്ച് വരാൻ പാടില്ല.
ജാവ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിൻടാക്സ് ആണ് കറക്റ്റ് ഫോളോ ചെയ്യേണ്ടത്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം സിംഗിൾ കോട്സിനുള്ളിൽ പാക്കേജിന്റെ പേര് മെൻഷൻ ചെയ്യുക. അതായത് നമ്മൾ ആ ക്ലാസ് എഴുതിയിരിക്കുന്ന പാക്കേജ് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പാക്കേജിന്റെ പേര് ഡിഫറെന്റ് ആണെങ്കിൽ ആ പേര് കൊടുക്കുക. കോം ഡോട്ട് ടെസ്റ്റ്, എൻ്റെ കേസിൽ കോം ഡോട്ട് ടെസ്റ്റ് എന്നുള്ള പാക്കേജിനുള്ളിലാണ് യൂട്ടിലിറ്റി എന്ന ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോം ഡോട്ട് ടെസ്റ്റ് ഡോട്ട് യൂട്ടിലിറ്റി എന്നുള്ള മെൻഷൻ ചെയ്യുക. ഈ ഫോർമാറ്റ് ചെയ്യുക. സിൻടാക്സ് കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഇനി ഈ ഈക്വലിനിടയ്ക്ക് സ്പേസ് കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് ഏത് മെത്തേഡ് ആണോ വിളിക്കേണ്ടത് ആ മെത്തേഡ് നമ്മൾ കോൾ ചെയ്യണം. അതിനുവേണ്ടി ജാവ ഡെമോ ഡോട്ട് മെത്തേഡിന്റെ പേര് കൊടുക്കുക. ജനറേറ്റ് ഫുൾ നെയിം എന്നുള്ളതാണ് മെത്തേഡ്. ആ ബ്രാക്കറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം വീണ്ടും അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഫോർമാറ്റിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടി കുക്കുംബർ യൂസ് ചെയ്ത് ഞാൻ ഫോർമാറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ റിസൾട്ടിനകത്ത് വരുന്ന വാല്യൂ കൺസോൾ പ്രിന്റ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും സ്റ്റാർ പ്രിന്റ് റിസൾട്ട് ഈസ്, അതിനുശേഷം കോമ കൊടുക്കുക. അതിനുശേഷം ഇതെന്നുള്ളത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജാവ മെത്തേഡ് വിത്ത് പാരാമീറ്റർ ആണ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേ സിൻടാക്സ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. മെത്തേഡിന്റെ പേര് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർഗ്യുമെന്റും പാസ് ചെയ്യണം. നമ്മളിനി ഈ പർട്ടിക്കുലർ മെത്തേഡാണ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ചേഞ്ച് ഞാൻ ഇവിടെ വരുത്തുകയാണ്. അതിനുശേഷം ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ഈ മെത്തേഡ് നോക്കി നിങ്ങൾക്ക് കാണാം, ഇവിടെ ലാസ്റ്റ് നെയിം നമുക്ക് പാസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലാസ്റ്റ് നെയിം വാല്യൂ ഇവിടെ പാസ് ചെയ്യുക. സിംഗിൾ കോട്സിൽ പാസ് ചെയ്യുന്നു. ഗ്രിഫിൻ എന്നുള്ള വാല്യൂ ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള രണ്ട് മെത്തേഡ് നമ്മൾ കോൾ ചെയ്തു. ഇനി നമ്മൾ നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള ജാവ മെത്തേഡാണ് കോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഈ ഫീച്ചർ ഫയലിന്റെ ഫോർമാറ്റിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. സെറ്റ് ഫോർമാറ്റ് എന്ന ഓപ്ഷൻ യൂസ്, ഫോർമാറ്റിംഗ് ഓക്കെ ആയി. ഇനി നമുക്ക് നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം ഈ സിൻടാക്സ് തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നോൺ സ്റ്റാറ്റിക് മെത്തേഡ് ആയതുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഈ രണ്ട് സിനാരിയോയിൽ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ന്യൂ കീവേഡ് യൂസ് ചെയ്ത കാരണം അതെല്ലാം സ്റ്റാറ്റിക് മെത്തേഡ്സ് ആയിരുന്നു. പക്ഷേ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് ആണ്. അതുകൊണ്ട് തന്നെ സിൻടാക്സിൽ കുറച്ച് ചേഞ്ചസ് വരും. അതെന്താണെന്ന് നോക്കാം. obj1 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് റെഫറൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ജാവ ഡെമോ എന്ന ഈ പർട്ടിക്കുലർ വേരിയബിൾ യൂസ് ചെയ്ത് ന്യൂ ജാവ ഡെമോ എന്ന് കൊടുക്കുക. അതിനുശേഷം f result equal to ഈ ഒബ്ജക്റ്റ് റെഫറൻസ് ഡോട്ട് ഏത് മെത്തേഡ് ആണോ വിളിക്കേണ്ട ആ മെത്തേഡ് കോൾ ചെയ്യുക. നമ്മൾ വിളിക്കാൻ പോകുന്നത് ജനറേറ്റ് ഇമെയിൽ അഡ്രസ് എന്നുള്ള ഈ മെത്തേഡ് ആണ്. അതിനുശേഷം ഈ സെയിം ലൈൻ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ നോൺ സ്റ്റാറ്റിക് ആയിട്ടുള്ള പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള ജാവ മെത്തേഡ് ആണ് കോൾ ചെയ്യാൻ വേണ്ടി മെത്തേഡ്. അപ്പോൾ ഇതേ സിൻടാക്സ് തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ചേഞ്ചസ് മാത്രം ഞാൻ അപ്ഡേറ്റ് ചെയ്യുവാണ്. ഫോർമാറ്റിംഗ് കറക്റ്റ് ആക്കാൻ വേണ്ടി പറ്റി ഫോർമാറ്റ് ചെയ്തു.
ഇവിടെ ഞാൻ വിളിക്കേണ്ട മെത്തേഡ് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ മെത്തേഡാണ് വിളിക്കേണ്ടത്. ഈ മെത്തേഡ് ഒരു ആർഗ്യുമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർഗ്യുമെന്റ് നമ്മളിവിടെ പാസ് ചെയ്യണം. അത് ഞാൻ സിംഗിൾ കോട്ട്സിൽ if എന്നുള്ള വാല്യൂവിനെ പാസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എല്ലാം കറക്റ്റ് ആയിട്ടാണോ എഴുതിയൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റാറ്റിക് മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒബ്ജക്റ്റ് റെഫറൻസ് ഈ വേരിയബിൾ യൂസ് ചെയ്ത് ജസ്റ്റ് ആ മെത്തേഡ് നെയിം മാത്രം കോൾ ചെയ്താൽ മതി. പക്ഷേ നോൺ സ്റ്റാറ്റിക് ജാവ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ സെയിം തന്നെയാണ്. അതിനുശേഷം വീണ്ടും ന്യൂ കീവേഡ് യൂസ് ചെയ്ത് ജാവ ഡെമോ എന്ന ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം അതൊരു ഒബ്ജക്റ്റിലേക്ക് ഡെഫ് കീവേഡ് യൂസ് ചെയ്ത് സേവ് ചെയ്യുന്നത്. അതിനുശേഷമാണ് obj1 ഡോട്ട് ഏത് നോൺ സ്റ്റാറ്റിക് മെത്തേഡ് ആണ് കോൾ ചെയ്യേണ്ട മെത്തേഡ് പാസ് ചെയ്ത് വീണ്ടും ഒരു റിസൾട്ട് എന്ന വേരിയബിളിലേക്ക് ഡെഫ് കീവേഡ് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്തിട്ട് ആണ് നമ്മൾ കൺസോൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈന് കൺസോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ്, കിട്ടുന്ന വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് സൂപ്പർ ഫീച്ചർ. കംപ്ലീറ്റ് ആയി, റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഫീച്ചർ ഫയൽ പാസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് 1 എന്നുള്ള കൗണ്ട് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 4 സെനാരിയോസ് ഉണ്ട്, 4 പാസ്സായി. നിങ്ങൾക്ക് ഈ 6th ലൈനിൽ പ്രിന്റ് റിസൾട്ട് ഈസ് ഉള്ള ആ ലൈൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു വാല്യൂ ജനറേറ്റ് ആയിരിക്കുന്നത്. അതുപോലെ ഈ സെനാരിയോയുടെ കേസിൽ നമുക്ക് കാണാം ഒരു ഫുൾ നെയിം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ നെയിം അല്ല, വാസ്തവത്തിൽ നമ്മളൊരു ഫസ്റ്റ് നെയിം ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ യൂട്ടിലിറ്റി നോക്കിയാൽ കാണാം ഇവിടെ ഫസ്റ്റ് നെയിം ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഫസ്റ്റ് നെയിം പിന്നെ നമ്മൾ എന്നുള്ള വാല്യൂ അപ്പൻഡ് ചെയ്ത് കൊടുത്തു, അത് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇമെയിൽ അഡ്രസ് ജനറേറ്റ് ആയിട്ടുണ്ട്, കാണാം. അതുപോലെ നമ്മൾ ഹൈഫൻ കൊടുത്തിട്ട് ഡിഫ് എന്നുള്ള വാല്യൂ അപ്പൻഡ് ചെയ്തു. ഇത് വീണ്ടും ഒന്ന് റൺ ചെയ്യുമ്പോൾ പുതിയ പുതിയ വാല്യൂസ് ആയിരിക്കും ജനറേറ്റ് ആകുന്നത്. അപ്പം പുതിയ ഫേക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റയിലെ ജാവ മെത്തേഡ്സ്, നോൺ സ്റ്റാറ്റിക്കും സ്റ്റാറ്റിക്കും ആയിട്ടുള്ള ജാവ മെത്തേഡ്സ് കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. ഈ പർട്ടിക്കുലർ വീഡിയോ യൂസ് ചെയ്ത കോഡ് ഞാൻ ഗിറ്റ്ഹബിലേക്ക് പുഷ് ചെയ്യുന്നതായിരിക്കും. ഗിറ്റ്ഹബ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.